കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ഒരു ചർച്ചയുടെ അവതാരകനായ വിനു വി ജോൺ ആ ചർച്ചയിൽ പങ്കെടുത്ത ബി.ജെ.പി. നേതാവ് ശിവശങ്കറിനോട് എത്രമാത്രം വിധേയത്വത്തോടു കൂടിയാണ് പെരുമാറിയത് എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. CPM നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരെ പരമാവധി സംസാരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അവർ സംസാരിച്ചാൽ തന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ ഇടങ്കോലിട്ട് തടസ്സപ്പെടുത്താൻ നോക്കുകയും ചെയ്യുന്ന വിനു വി ജോണിനെ ഇത്തരത്തിൽ താഴ്മയോടെ മറ്റൊരാളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖവും കൂടി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ ഈ എതിരെ ഇരിക്കുന്ന ആൾ ഒരു സംഖ്യയായാൽ മാത്രമേ വിനുവിനെ ഈ രീതിയിൽ കാണാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിഷ്പക്ഷ ചർച്ചയല്ല പുള്ളിക്കാരൻ നയിക്കുന്നത് എന്നുള്ള കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിലെ അദ്ദേഹത്തിൻ്റെ ചർച്ച കാണുന്ന ആർക്കും മനസ്സിലാകും. ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് ബി.ജെ.പി. നേതാവായ ശിവശങ്കരനാണ്. വല്ലാത്തൊരു അധികാരഭാവത്തിൽ തന്നെയാണ് ശിവശങ്കരൻ ചാനൽ ചർച്ചയിൽ സംസാരിച്ചത്. അതെല്ലാം കേട്ട് താഴ്മയായി പുള്ളിക്കാരനോട് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ തന്നെയാണ് അവതാരകനായ ബീനു ഇരുന്നത്. അതേ ശിവശങ്കരൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാനെത്തി. വിഭജന ഭീതി ദിവസ് ആചരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു റിപ്പോർട്ടർ TV-യിൽ നടന്നത്. ചർച്ച നയിച്ചത് മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാടും. ഈ ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധിയായി സംസാരിക്കാനെത്തിയത് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ആയിരുന്നു. ബി.ജെ.പി. നേതാവ് ശിവശങ്കരൻ തൻ്റെ വാദങ്ങളെ ചർച്ചയിൽ അവതരിപ്പിച്ചപ്പോൾ, അതായത് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെ അംഗമായ ഹിന്ദുമഹാസഭയ്ക്ക് RSSുമായി ഒരു ബന്ധവുമില്ലായിരുന്നു എന്നുള്ളതടക്കമുള്ള വാദങ്ങൾ ഈ പുള്ളിക്കാരൻ ഉന്നയിച്ചപ്പോൾ മറുപടി നൽകാൻ വേണ്ടി ചർച്ച നയിച്ച സ്മൃതി പരുത്തിക്കാട് വിളിച്ചത് ശിവപ്രസാദിനെയാണ്. ശിവപ്രസാദ് ചർച്ചയ്ക്കെത്തിയത് കയ്യിലൊരു പുസ്തകവുമായിട്ടായിരുന്നു. സംഘപരിവാർ പ്രവർത്തകരുടെ ആശാനായ ഗോൾവാൾക്കർ എഴുതിയ പുസ്തകവുമായി. പിന്നെ നടന്ന കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. അതിനിടയിൽ ഒന്ന് രണ്ട് സംശയങ്ങളൊക്കെ ശിവശങ്കരൻ ശിവപ്രസാദിനോട് ചോദിക്കുന്നുണ്ട്. കൃത്യമായ മറുപടി നൽകി ആ സംശയങ്ങളെല്ലാം ശിവപ്രസാദ് തീർത്തു കൊടുക്കുന്നുമുണ്ട്. സവർക്കറുടെ പുസ്തകത്തെക്കുറിച്ച് ഞാനെന്തിനാ പറഞ്ഞത്? സവർക്കർ BJP സവർക്കറും RSSും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. ഇപ്പോൾ RSS അഖണ്ഡ ഭാരതം പറയുന്നു. അതാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ ഭാരതമാത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആ മാപ്പ്. അത് അഖണ്ഡ ഭാരതം പറയുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ RSSന്റെയും സവർക്കറുടെയും ഭിന്നതയല്ല നമ്മുടെ വിഷയം. സവർക്കറെ നിങ്ങൾ വീർ സവർക്കറായി ഉയർത്തിക്കാട്ടുന്ന ഒരാളാണല്ലോ. അപ്പോൾ വീർ സവർക്കർ, നിങ്ങളുടെ വീർ സവർക്കർ നേരത്തെ തന്നെ രാഷ്ട്രവാദം ഉന്നയിച്ചിരുന്നു. അതേക്കുറിച്ച് അങ്ങേക്ക് അഭിപ്രായമില്ല എന്നാണോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അദ്ദേഹം ഹിന്ദു മുന്നണി, ഞാൻ RSS പോയത്. അതിപ്പോൾ എന്താ സംശയം? ഇനിയിപ്പോൾ ഒന്നും കൂടി സ്മൃതിയുടെ സംശയം തീർക്കാൻ ഒരു പുസ്തകം കൂടി സ്മൃതി പുസ്തകം വായിക്കുമെങ്കിൽ ദ BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ. ഞാൻ എഴുതിയല്ല കേട്ടോ, EMS എഴുതാണ്. എൻ്റെ CPM-ന്റെ സുഹൃത്തിന് ആ പുസ്തകം കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ തകർത്തത് സവർക്കർ ആണെന്ന് പറഞ്ഞ് സ്മൃതിയും അരുണും കൂടെ വേണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ശിവശങ്കർ, ആരുടെ ഭാഗം? നിങ്ങളുടെ ഭാഗമായിരുന്ന നിങ്ങളുടെ ഭാഗമല്ലേ ഹിന്ദു മഹാസഭ? എന്താണ് നിങ്ങളുടെ ഭാഗമല്ലേ? ആയിരുന്നില്ലേ? RSSന്റെ ആണോ? സ്മൃതി പറയൂ. ഹിന്ദു മഹാസഭ ആരുടെ ഭാഗമാണ്? ഹിന്ദു മഹാസഭയെ ബ്രേക്കിംഗ് കൊടുക്കട്ടെ. PR ശിവശങ്കർ ഹിന്ദു മഹാസഭയെ തള്ളി. PR ശിവശങ്കർ BJP വക്താവ് കൊടുക്കട്ടെ, ബ്രേക്കിംഗ് കൊടുക്കട്ടെ. അല്ല പിന്നെ നിങ്ങൾ അതിനെ ഇരിക്കണം. കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുക്ക്. സവർക്കറെ പറ്റിയുള്ള ചോദ്യത്തിന് ഹിന്ദു മഹാസഭയും RSSും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. സാങ്കേതികമായി രണ്ടും രണ്ട് സംഘടനകളാണല്ലോ. അപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് ഞാനൊന്ന് ശിവപ്രസാദിലേക്ക് പോട്ടെ. ശിവപ്രസാദിലേക്കാണ് ശ്രീ ശിവശങ്കർ. ശിവപ്രസാദ്, അപ്പോൾ എന്താണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം കണ്ടല്ലോ. സവർക്കറുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. EMSന്റെ ലേഖനത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് മറുപടി? അല്ല സ്മൃതി, നമ്മൾ ഈ ചർച്ച ഇപ്പോൾ 8 മണിക്ക് അവസാനിക്കേണ്ട ചർച്ചയാണ്. ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്താൽ അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാക്കറെ തള്ളിപ്പറയും, അദ്ദേഹം ഹെഡ്ഗേവാറിനെ തള്ളിപ്പറയും, അദ്ദേഹം ഈ രാജ്യത്തെ RSSനെ തന്നെ തള്ളിപ്പറയേണ്ടി വരും. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയതയെ സംബന്ധിക്കുന്ന വിഷയമാണല്ലോ. ദേശീയതയെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയ്ക്ക് BJP പ്രതിനിധിക്ക് വന്നിരിക്കേണ്ടി വന്നാൽ അവർക്ക് ഇവരെല്ലാം തള്ളിപ്പറയേണ്ടി വരും. അതൊരു ചരിത്ര സത്യമാണ്. അത് ശിവശങ്കരനെ പഠിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ ഗതികേടാണ്.
കാര്യം ഒരു BJP നേതാവിനും ഇന്ത്യയിൽ വർത്തമാനകാലത്തോ ഭാവിയിലോ ഇന്ത്യൻ ദേശീയതയെപ്പറ്റി പറയുമ്പോൾ RSSനെയോ ഹിന്ദു മഹാസഭയെയോ ഹെഡ്ഗേവാറിനെയോ VD സവർക്കറിനെയോ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ ദേശീയതയെ, യഥാർത്ഥ ദേശീയ ബോധത്തെ ഒറ്റുകൊടുത്തവരാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ RSSകാർ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവരെല്ലാം തള്ളി പറയേണ്ടി വന്നത്. ഇദ്ദേഹം കുറേ പുസ്തകങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പുസ്തകങ്ങളൊന്നും വേണ്ട. അദ്ദേഹം EMSനെയൊക്കെ അനാവശ്യമായി അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. EMS അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം ഏതൊക്കെ പുസ്തകത്തിന്റെ പേരുകൊണ്ടാണ്. എന്റെ ഒരു പുസ്തകമുണ്ട്, MS ഗോൾവാൾക്കർ, RSS ആൻഡ് ഇന്ത്യ. MS ഗോൾവാൾക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ വിശാലമായി ഈ അഖണ്ഡ ഭാരതം, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം എന്താവണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതമാണ് RSS സ്വപ്നം എന്ന് പറയുമ്പോൾ ആ അഖണ്ഡ ഭാരതത്തിൽ RSS എന്താ വിഭാവനം ചെയ്തത് അത് കൂടി പറയണ്ടേ? BJPയുടെ പ്രതി പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഒരു കഷ്ണം മാത്രം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ സങ്കല്പം, ഇത് മഹത്തരമാണ്, ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്വപ്നം എന്ന് വിശദീകരിക്കണ്ടേ? ധൈര്യത്തോടെ ഈ ചാനലിനകത്ത് വന്നിരുന്ന് എന്താ MS ഗോൾവാൾക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം? MS ഗോൾവാൾക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പത്തിൽ മുഴച്ചു നിൽക്കുന്ന വാചകങ്ങൾ ഹിന്ദു ആർ ദ പ്രൈമറി ആൻഡ് ഓൺലി കമ്പോണന്റ് ഓഫ് ഇന്ത്യ എന്ന, ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഏത് ഹിന്ദുക്കൾ? സവർണ ഹിന്ദുക്കൾ. എന്നിട്ടോ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ 1947 കിട്ടിയ സ്വാതന്ത്ര്യമല്ല കേട്ടോ, 47 ഓഗസ്റ്റ് 15 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ രാജ്യത്ത് ഇവർ വിഭാവനം ചെയ്യുന്ന ഹിന്ദു സവർണ വർഗത്തിന് പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടായെങ്കിലേ ഈ രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം വരൂ. എഴുതിയത് MS ഗോൾവാൾക്കർ ഈ പുസ്തകത്തിലുണ്ട്. വേണ്ടത് ഇന്ത്യ സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഏത് ഭാഗം വായിക്കണ്ടേ? ഏത് പേജ്? ആ വാചകം വായിച്ചുതരാം. ഏത് ഭാഗം? നിങ്ങൾ ഈ പറഞ്ഞ പേജില് ഒരു മിനിറ്റ് പേജ് എടുത്തോട്ടെ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ വാചകങ്ങൾ പേജ് എടുത്തോട്ടെ. ഹിന്ദു സൊസൈറ്റി വാണ്ട്സ് ഗോൾവാൾക്കർ must not deceive itself by imagining that since Hindus are majority in the country, independent India is not a Hindu Rashtra. കേട്ടോ, വാക്ക് കേട്ടോ. There must empathy. അടുത്ത വാചകമാണ് പ്രധാനപ്പെട്ടത്, ഞാൻ പറയാൻ വിട്ടുപോയതാ. Neither should they be weakened themselves by arguments in favor of non-violence and peaceful coexistence. അതായത് ഈ പറയുന്ന അഹിംസയുടെയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്ന സൗഹൃദത്തിന്റെ ആശയത്തിൽ ഹിന്ദു സഹോദരന്മാർ തെറ്റിദ്ധരിച്ചു പോകരുത് പറയുന്നത് MS ഗോൾവാൾക്കർ. They are merely smoke screens to hide the weakness of Hindu society. Rather, they must emphatically claim that the Hindus represent the very root of this land and they constitute its primary and only component. The very existence of this nation, he adds, is the responsibility of Hindu society. അവസാനത്തെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. For this nation to survive, flourish and have a fearless life, the Hindus must become sovereign in every way. In this lies real independence. പറഞ്ഞത് MS ഗോൾവാൾക്കർ തള്ളി പറയുന്നുണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാൾക്കർ തള്ളി പറയുമോ? MCU പ്രസാദ്, ഇപ്പോൾ ഇത് ആർലേക്കറുടെ ഒരു പദ്ധതി എന്ന നിലയ്ക്കല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇത് ആലോചിച്ചുറപ്പിച്ച് കൃത്യമായി നടപ്പാക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇത് നടക്കുന്നുണ്ട്. 2021 ചെങ്കോട്ട പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ പ്രധാനമന്ത്രി ഇത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കേരളത്തിലേക്ക് അത് എത്തിയിരുന്നില്ല. പക്ഷേ ആർലേക്കർ അത് വളരെ വേഗത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നേരത്തെ ഭാരതാംബ വിഷയം ഉണ്ടായതാണല്ലോ. ഇപ്പോൾ അടുത്തതായി കലാലയങ്ങളിൽ നാടകങ്ങൾ, സെമിനാറുകളൊക്കെയാണ് പദ്ധതി ഇട്ടിരുന്നത്. അങ്ങനെ ഒരു സർക്കുലറും വന്നിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധമുണ്ടായി, MSFന്റെ പ്രതിഷേധമുണ്ടായി, KSUവിന്റെ പ്രതിഷേധമുണ്ടായി. ഇന്നത്തെ പരിപാടി തടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഇന്നത്തെ മാത്രം തടയലല്ലേ എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. നാളെ അത് സാധ്യമാകുമെന്നുള്ള ഉറപ്പ്, ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത് ശിവപ്രസാദ്? നാം കാണേണ്ടത് ചരിത്രത്തെ വളച്ചൊടിച്ച് RSS കേരളത്തിൽ നടത്താൻ ശ്രമിച്ചൊരു നാടകം കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് പൊളിച്ചിരിക്കുന്നു എന്ന ഒരു ചരിത്ര സത്യം. ആ സത്യത്തിന് മുന്നിലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. ചരിത്രത്തെപ്പറ്റി പറഞ്ഞാണ് BJPയുടെ പ്രതിനിധി ഇവിടെ ചർച്ച ആരംഭിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചരിത്രബോധത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് BJPയുടെ പ്രതിനിധി വർത്തമാനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ദിവസം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തൊരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ആ പോസ്റ്റിന്റെ അർത്ഥസത്യം എന്തായിരുന്നു? വിഭജനത്തിൽ ദുരിതം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണീരിനൊപ്പം ഞാൻ പങ്കുചേരുന്നു. ശരി, സന്തോഷം, നല്ല കാര്യം. അതിനെ തുടർന്ന് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്ന വരി എങ്ങനെയാണ്? ആ വരി പറയുന്നത്, ഈ രാജ്യത്തിന്റെ, ശ്രദ്ധിച്ച് കേൾക്കണം BJP പ്രതിനിധി, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത കാത്തു സൂക്ഷിക്കാൻ
കമ്മ്യൂണൽ ഹാർമണി ഉയർത്തിപ്പിടിക്കാൻ, ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ നമുക്കൊന്നു ചേരണം എന്നാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഭജന ഭീതി ദിവസം നടത്താൻ ആഹ്വാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഉദ്ദേശം, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തണമെന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ഈ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി നിരന്തരമായ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അദ്ദേഹം അഭിമാനത്തോടെ പറയുന്ന ഞാൻ RSSകാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതൃസംഘടനയുടെ പലവിധങ്ങളായ പോഷക സംഘടനകൾ നടത്തുന്ന കലാപങ്ങൾ കണ്ടിട്ട് കണ്ണു തുറന്ന് നോക്കിയിട്ട് ഈ സംഘടനകളെ ഒന്ന് വിളിച്ച് നിങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്ന കലാപങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചോ? കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വർത്തമാന കാലത്തെപ്പറ്റി ആദ്യം സംസാരിക്കാൻ ധൈര്യപ്പെടുക. നിങ്ങൾ ഈ രാജ്യത്തിന്റെ വർത്തമാന കാലത്തിലേക്ക് നോക്ക്. നിങ്ങൾ എങ്ങോ നടന്ന ഒരു വിഭജനത്തിന്റെ പേരിൽ മരിച്ച മനുഷ്യന്റെ കണ്ണീരിന് നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് ഈ രാജ്യത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾ നോക്കി, ഈ രാജ്യത്തിനകത്തെ മനുഷ്യർ കലാപങ്ങളുടെ പേരിൽ മരിച്ചു വീഴുകയാണ്. പശുവിന്റെ പേരിൽ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. 200-ൽ പരം മനുഷ്യരാണ് മരിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് പോയി കിടക്കേണ്ട സ്ഥിതി ഈ രാജ്യത്തിനകത്ത് ഉണ്ടാവുന്നു. മലയാളികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് മനുഷ്യർ ചോദിക്കാൻ പോയി. മലയാളികളല്ലാത്ത എത്രയോ കന്യാസ്ത്രീമാർ, എത്രയോ പുരോഹിതന്മാർ രാജ്യത്ത് വേട്ടയാടപ്പെടുന്നു. മതസൗഹാർദ്ദം തകർത്ത് എത്രയോ പ്രദേശങ്ങളിൽ കലാപങ്ങൾ നടക്കുന്നു. ഈ കലാപങ്ങളുടെ വർത്തമാനത്തിൽ നിന്നാണ് ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ നാം ചർച്ച ചെയ്യേണ്ടത്. അവിടെ ചരിത്രത്തിൽ എന്താണ് ഇതിന്റെ വസ്തുത? ആ ചരിത്ര വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ന്യായങ്ങളാണോ കേരളത്തിലെ ഗവർണറോ BJPക്കാരോ രാജ്യത്തെ BJPക്കാരോ പറയുന്നത്? എന്താ ഇന്ത്യയുടെ ചരിത്രം? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു നാൾ മുമ്പ് ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിലേക്ക് നയിച്ച, ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിച്ച, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടീഷനിലേക്ക് നയിച്ച ഇന്ത്യൻ അന്നത്തെ മുസ്ലിം ലീഗിന് വെള്ളവും വളവും കൊടുത്തത് ആരാ ഇന്ത്യയുടെ ചരിത്രത്തിൽ? അന്നത്തെ ലീഗായിരുന്നു അന്ന് ചരിത്രത്തിൽ വിഭജനം വേണം എന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാൻ വേണ്ടി അന്നത്തെ ലീഗിന്റെ നേതൃത്വം മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചതാര്? അവർക്ക് വെള്ളവും വളവും കൊടുത്തതാര്? ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ഇന്ത്യക്കകത്തെ മതന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് തുരത്തി അവർക്ക് അപ്രാപ്യമായ ഈ രാജ്യത്തെ മതവർഗീയവാദികൾ, ഹിന്ദുത്വവാദികൾ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് RSS ആണ്. RSSന്റെ നേതാക്കന്മാരാണ്. VD സവർക്കർ 1937 വരെയുള്ള ഇന്ത്യൻ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ആ 37 വരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ വിഭജനത്തിന്റെ വലിയ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 37 ശേഷം 1938 ഈ രാജ്യത്ത് VD സവർക്കർ, ഈ ഹിന്ദു മഹാസഭയുടെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഈ പറയുന്ന BJP പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാവാണല്ലോ, നടത്തിയൊരു പ്രസംഗം നമുക്ക് ഓർക്കണ്ടേ? എന്താ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്? ഈ രാഷ്ട്രം രൂപീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷത്താൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രത്തിൽ എന്താണോ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയത് അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ജർമ്മനിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടപ്പിലാക്കി ഉന്മൂലനം ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടി വരും എന്ന് ആദ്യം പ്രസംഗിച്ചത് VD സവർക്കറാണ്. ഈ VD സവർക്കറിന്റെ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ഭീതിജനകമായ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ച RSS ആണ്. RSS സൃഷ്ടിച്ച ഭീതിജനകമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് ഇന്ത്യ നയിക്കപ്പെട്ടത്. അത് ഈ ചരിത്രത്തിന്റെ ഭാഗം. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം എന്താ സംഭവിച്ചത്? ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പഠിക്കണ്ടേ? ഇന്ത്യ വിഭജിക്കപ്പെട്ട ശേഷം ഈ രാജ്യത്തിനകത്ത് 2 നേഷൻ തിയറി ഉയർത്തിപ്പിടിച്ച് വലിയ പ്രചരണം നടത്തിയതാരാ? 2 നേഷൻ തിയറി ഉയർത്തിയതാരാ ഈ രാജ്യത്ത്? RSS അല്ലേ? അപ്പൊ ആ RSS തന്നെ ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിക്കാൻ വേണ്ടുന്ന എല്ലാ കരുക്കളും സസൂക്ഷ്മം നീക്കി ജാഗ്രതയോടുകൂടി ഇന്ത്യ വിഭജിക്കപ്പെടുന്നുവെന്നും ആ വിഭജിക്കപ്പെടുന്നതിൽ ഒരു കഷ്ണം ഞങ്ങൾക്ക് കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്ന RSSന് ഏറ്റവും തലക്കടിയായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിൽ ഇന്ത്യ സെക്യുലർ ആയിട്ട്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രതിരോധ രാഷ്ട്രീയമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പങ്കുമില്ലാത്ത RSSന് അതിനെ പ്രതിരോധിക്കാൻ മറ്റു പല കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ട് വരും. 15 വർഷം ചരിത്രം പറഞ്ഞു എന്നാണ് BJP പ്രതിനിധി പറഞ്ഞത്. എത്ര നാൾ ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ചാലും ആ പെയിന്റ് അത് പിടിക്കാൻ പോകുന്നില്ല.